എല്ലാവർക്കും ഒരിക്കൽ കൂടി Al-Malabari യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു ലോഗിൻ മെനു സിമ്പിളായ ഒരു ലോഗിൻ മെനു എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഞാൻ അതിൻ്റെ ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയും അതിൻ്റെ കറസ്പോണ്ടിങ് ലേഔട്ട് ഫയലും ഓപ്പൺ ചെയ്യും. നമുക്ക് ഇത് റിലേറ്റീവ് ലേഔട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ എഡിറ്റ് ടെക്സ്റ്റ് മാത്രം കൊടുക്കാം. അതിൻ്റെ ഏറ്റവും കൂടുതൽ റാപ്പ് കണ്ടന്റ് കൊടുക്കുന്നു. എന്ത് എന്നുള്ളത് യൂസർ നെയിം എന്ന് കൊടുത്തു. ഐ ഡി യൂസർ നെയിം എന്ന് തന്നെ കൊടുക്കുന്നു. ഇ ടി യൂസർ അഥവാ എഡിറ്റ് ടെക്സ്റ്റ് യൂസർ നെയിം എന്ന് കൊടുത്തു. മാർജിൻ ടോപ്പ് എന്നുള്ളത് ഒരു 100 dp. സെൻറ്ററിലേക്ക് ആക്കാൻ സെൻറ്റർ ഹൊറിസോണ്ടൽ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തു. അത് ട്രൂ കൊടുത്തു. ഇനി നമുക്ക് പാസ്വേഡിനുള്ളതും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് കോപ്പി ചെയ്ത് നേരെ പേസ്റ്റ് ചെയ്യുന്നു. അതിൽ 2-3 എഡിറ്റുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് പാസ്വേഡ് എന്ന് കൊടുത്തു. ഇ ടി യൂസർ നെയിം എന്നുള്ളത് പാസ്വേഡ് എന്നും കൊടുത്തു. ഇത് റിലേറ്റീവ് ലേഔട്ട് ആയതുകൊണ്ട് രണ്ടും ഒരേ സ്ഥലത്തായിട്ട് വന്നിട്ടുണ്ടാക്കും. അപ്പോൾ അതിനാൽ നമുക്ക് ഈ യൂസർ നെയിമിനെ പാസ്വേഡിനെ യൂസർ നെയിമിൻ്റെ അടിയിലോട്ടായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനായി ബിലോ ലേഔട്ട് ബിലോ എന്നിട്ട് ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് അതിൽ ഐ ഡി നമ്മൾ ഇ ടി യൂസർ നെയിം എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നേരെ താഴോട്ടായി വന്നിട്ടുണ്ടാകും. നമുക്കിവിടെ മാർജിൻ ടോപ്പ് ഒരു 50 dp മതി. അതുപോലെ ഇനി ഒരു ബട്ടൺ കൊടുക്കുക. റാപ്പ് കണ്ടന്റ് ടെക്സ്റ്റ് എന്നുള്ളത് ലോഗിൻ നോക്കുക. ഐ ഡി ബട്ടൺ നോക്കുക. ഇതും അതേപോലെ ബിലോ ആയി കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഈ പാസ്വേഡ് എന്നതിൻ്റെ ബിലോ ആയി കൊടുക്കുക. സെൻറ്ററിലേക്ക് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് സെൻറ്റർ ഹൊറിസോണ്ടൽ എന്നത് ഉപയോഗിച്ച് കൊടുക്കുക. അപ്പോൾ സെൻട്രൽ ഹൊറിസോണ്ടലാവും. ഇനി മാർജിനും കൊടുക്കുക. മാർജിൻ ടോപ്പ് 50 dp. അപ്പോൾ അലൈൻമെൻറ്റെല്ലാം ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഈ പാസ്വേഡിനുള്ളത് അല്ലെങ്കിൽ സാധാ ടെക്സ്റ്റ് അയക്കാൻ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് അതിന് പാസ്വേഡിന് ടൈപ്പ് കൊടുക്കണം. അതായത് ഇൻപുട്ട് ടൈപ്പ് എന്നുള്ളത് ടെക്സ്റ്റ് പാസ്വേഡ് എന്ന് കൊടുക്കുക. അതായത് അപ്പം ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ സാധാ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യൂസറിനെ ഒന്ന് പാസ്വേഡ് അങ്ങനെ ബ്ലോക്ക് ആയിക്കൊണ്ടായിരുന്നു. ലോഗിൻ ബട്ടണും വന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐഡൻറ്റിറ്റി ഡോട്ട് ജാവ എടുക്കാം. അതിൽ നമുക്ക് അതിൻ്റെ എല്ലാം നമുക്ക് ആവശ്യമുള്ളത് നമുക്കിവിടെ കൊടുക്കാനായിട്ട് എഡിറ്റ് ടെക്സ്റ്റ് യൂസർ നെയിം പാസ്വേഡ്. നമുക്ക് വേണ്ടത് ബട്ടണാണ്. ബട്ടൺ എന്ന് തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഐ ഡിയുമായി ബന്ധിപ്പിക്കാം. ആദ്യമായി യൂസർ നെയിം find view by id r.id.et username അതുപോലെ പാസ്വേഡ് find r.id.et പാസ്വേഡ് അതുപോലെ ബട്ടൺ. അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോന്ന് ലിങ്ക് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെ നോക്കാം. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഇത് വർക്ക് ചെയ്യേണ്ടത്. അതായത് ബട്ടണിൽ ഒരു ക്ലിക്ക് ലിസണർ കൊടുക്കുക. സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ന്യൂ വ്യൂ ഡോട്ട് ക്ലിക്ക് ലിസണർ. ഇനി നമുക്ക് കിട്ടുന്ന വാല്യൂ കറക്റ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇഫ് ക്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇഫ് യൂസർ നെയിം ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് ഡോട്ട് ടു സ്ട്രിംഗ് ഡോട്ട് ഈക്വൽസ്. ഈ യൂസർ നെയിം എന്നുള്ളത് അഡ്മിൻ എന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. അതോടൊപ്പം പാസ്വേഡ് നമ്മൾ കറക്റ്റാണ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ നമ്മൾ ആൻഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് രണ്ടും ട്രൂ ആയി മാത്രമേ നമുക്ക് ഈ ക്ലോസ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. പാസ്വേഡ് ഡോട്ട്
ഗെറ്റ് ടെക്സ്റ്റ് ഡോട്ട് ടെസ്റ്റിംഗ് ഡോട്ട് ഈക്വൽസ് അത് ഞാൻ അഡ്മിൻ തന്നെയാണ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോസ് ഡോട്ട് മേക്ക് ടെസ്റ്റ് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് കോമ ലോഗിൻ സക്സസ് കോമ ടോസ് ഡോട്ട് ലെങ്ത് ഷോട്ട് ഡോട്ട് ഷോ. അങ്ങനെ ലോഗിൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് നെയിം യൂസർ നെയിം റീസെറ്റ് ആയി പോകണം. അതിനായി യൂസർ നെയിം ഡോട്ട് ടെക്സ്റ്റ് ഇങ്ങനെ എം ടി ആയി കൊടുക്കാവുന്നതാണ്. അതേപോലെ പാസ്വേഡ് ഡോട്ട് ടെക്സ്റ്റ് അത് എം ടി ആയി പോയി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എൽസ് ഇതും കൂടി കൊടുക്കാം. എൽസ് dot make test main activity dot this invalid entry എന്ന് കൊടുത്തു കോമ ലെങ്ത് ഷോട്ട് ഡോട്ട് ഷോ. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. യൂസർ നെയിം ഒന്ന് ഞാനിവിടെ എന്തില്ലാതെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇൻവാലിഡ് എൻട്രി എന്ന് കാണിച്ചു. ഇനി അഡ്മിൻ എന്ന് കൊടുത്തു, പാസ്വേഡും അതേപോലെ അഡ്മിൻ എന്ന് കൊടുത്തു. ഇനി ഞാനത് ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ സക്സസ് റീസെറ്റായി. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് ലോഗിൻ ചെയ്യുമ്പോൾ അതൊരു പ്രോഗ്രസ് ഡയലോഗ് വന്ന് കണ്ട് ഒരു 2 സെക്കൻഡ് കറങ്ങുന്നതായി കാണിക്കും. അതിനായി നമുക്ക് ഇവിടെയാണ് അത് നമുക്കൊരു ഒരു പ്രോഗ്രസ് ഡയലോഗ് വേണം. അതിനായി ഫൈനൽ പ്രോഗ്രസ് ഡയലോഗ് ആ പ്രോഗ്രസ് ഡയലോഗിന് ഒരു നെയിം കൊടുത്തു. അതിന് പ്രോഗ്രസ് ഡയലോഗ് എന്ന് കൊടുത്തു. പറ്റൂ ന്യൂ പ്രോഗ്രസ് ഡയലോഗ് അതിൻ്റെ നമ്മൾ കണ്ടക്സ് പാസ് ചെയ്യണം. മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് നമുക്ക് സ്റ്റൈൽ വേണം. നമുക്ക് ആ സ്റ്റൈൽ ഒന്ന് കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാം. പ്രോജക്റ്റ് ആപ്പ് റിസോഴ്സിൽ വാല്യൂസ് ഡോട്ട് സ്റ്റൈൽസ് ഡോട്ട് എക്സ്എംഎൽ അത് ഞാൻ കസ്റ്റമായി ഒന്ന് കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റൈൽ നെയിം ആപ്പ് കോമ്പാക്ട് അത് ഡയലോഗ് ആപ്പ് കോമ്പാക്ട് അത് ഡയലോഗ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിൻ്റെ പേരൻ്റായിട്ട് ടീം ആപ്പ് കോമ്പാക്ട് ലൈറ്റ് ഡോട്ട് ഡയലോഗ് ഡോട്ട് അലർട്ട് എന്നാണ് അതിൻ്റെ ഇത് കൊടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഐറ്റം നെയിം എന്നുള്ളതിൽ ടെസ്റ്റ് കളർ പ്രൈമറി ഉണ്ടാകും. ടെസ്റ്റ് കളർ പ്രൈമറി എന്നുള്ളത് നമ്മൾ വൈറ്റ് അല്ലാതെ ബ്ലാക്ക് ആണ് കൊടുത്തത്. നമ്മൾ വൈറ്റ് കൊടുക്കാം. അതേപോലെ ടെക്സ്റ്റ് കളർ ട്രാഷ് എന്ന അടുത്തത് ടേഷറി എന്നുള്ളതും വൈറ്റ് കൊടുത്തു. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ ഐറ്റം നെയിം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് കസ്റ്റമായി കൊടുക്കുകയാണ്. റെഡ് ആണ് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ നെയിമാണ് നമുക്ക് അവിടെ പാസ് ചെയ്യേണ്ടത്. അതിനായി ഡോട്ട് സ്റ്റൈൽസ് ഡോട്ട് ആപ്പ് കോമ്പാക്ട് അലർട്ട് ഡയലോഗ് ക്ഷമിക്കണം. ഇനി പ്രോഗ്രസ് ഡയലോഗ് ഡോട്ട് സെറ്റ് ടൈറ്റിൽ റിപ്ലേസ് വെയിറ്റ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അടുത്തതായി പ്രോഗ്രസ് ഡയലോഗ് ഡോട്ട് സെറ്റ് മെസ്സേജ് എന്നുള്ളത് ചെക്കിംഗ് ഡാറ്റ എന്നും കൊടുത്തു. ഇനി നമുക്ക് ഡയലോഗ് മെസ്സേജ് ചെയ്യാം. പ്രോഗ്രസ് ഡയലോഗ് ഡോട്ട് ഷോ ഷോ. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിൽ എറർ വന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ഇത് ബാക്ക്ഗ്രൗണ്ട്
നിൽക്കാതെ കസ്റ്റമൈസ് സെലക്ട് ചെയ്തിട്ട് എന്താണെന്ന് നോക്കാം. അതിവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് Android.s അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതായത് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടതായിരുന്നത്. ഇനി നോക്കാം, ചെയ്ത് നോക്കാം. ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇപ്പോൾ കാണാൻ നമുക്ക് ഇവിടെ കളർ ചേഞ്ച് ആയത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി അത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നതാണ് കാണിക്കുന്നത്. അതിനായി നമുക്ക് വേണ്ടത് ഒരു റണ്ണബിൾ എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റണ്ണബിൾ എന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനായി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ റണ്ണബിൾ, അതിന് പ്രോഗ്രസ് റണ്ണബിൾ എന്ന് നമ്മൾ പേര് കൊടുക്കണം. ന്യൂ റണ്ണബിൾ. ഈ റണ്ണബിളിൻ്റെ അവിടെ നമ്മൾ പ്രോഗ്രസ് ഡയലോഗ് ഡോട്ട് ഡിസ്മിസ് എന്നും ഇവിടെ നമ്മൾ കൊടുത്ത ടോസ്റ്റും ഈ ക്ലിയർ എന്നുള്ളതും ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇനി നമുക്കത് 2 സെക്കൻഡാണ് നമുക്കത് വേണ്ടത്. അതിനായി നമ്മൾ അടുത്തൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഹാൻഡ്ലർ എന്ന മെത്തേഡ്. ഹാൻഡ്ലർ അതിന് PD ക്യാൻസലർ, അതായത് പ്രോഗ്രസ് ഡയലോഗ് ക്യാൻസലർ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഈക്വൽ ടു ന്യൂ ഹാൻഡ്ലർ കോളം. ഇനി കൊടുക്കേണ്ടത് PD ക്യാൻസലർ ഡോട്ട് പോസ്റ്റ് ഡിലേഡ്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ പേരാണ്, അതായത് ഈ പ്രോഗ്രസ് റണ്ണബിൾ എന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പ്രോഗ്രസ് റണ്ണബിൾ കോമ ആയിട്ടുണ്ട്. നമുക്ക് എത്ര സെക്കൻഡ്, അതായത് ഇപ്പം ഞാൻ 2 സെക്കൻഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2000 എന്നാണ് കൊടുക്കേണ്ടത്. കോമ ഇടുക, ഈ സെമി കോളം ഇടുക. അത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അഡ്മിൻ 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അത് പോയി ലോഗിൻ സക്സസ് എന്ന് കാണിച്ചു. ഇനി അഥവാ യൂസർ നെയിമോ പാസ്വേഡോ എന്ത് എംപ്റ്റി ആയി കൊടുത്താൽ നമുക്ക് അവിടെ എറർ മെസ്സേജ് വരണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മളിവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ഇഫ് ക്ലോസ് കൂടി ക്ലിക്ക് ചെയ്യാം. ഇഫ് യൂസർ നെയിം ഡോട്ട് ഗെറ്റ് ഡോട്ട് ഡിസ്പ്ലേ ഡോട്ട് ഈക്വൽസ് എംപ്റ്റി. അങ്ങനെയാണെങ്കിൽ എംപ്റ്റി ആണെങ്കിൽ യൂസർ നെയിം ഡോട്ട് സെറ്റ് എറർ, അവിടെ എറർ അയക്കാണ്ട് എൻ്റർ യൂസർ നെയിം എന്നിങ്ങനെ കാണിക്കും. അതേപോലെ നമുക്ക് പാസ്വേഡിലും കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതിന് ഒരു എൽസ് ഇഫ് എന്നാണ് നമുക്ക് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എൻ്റെ യൂസർ നെയിം, എൻ്റെ പാസ്വേഡ് ഇവിടെ നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പാസ്വേഡ് അങ്ങനെ വന്നു. ഒന്ന് ഇവിടെ ഇങ്ങനെ അഡ്മിൻ അടിക്കൂ. ഇപ്പോൾ പാസ്വേഡ് നമ്മൾ ഇതായി ചെയ്തിട്ടില്ല, അതുകൊണ്ട് പാസ്വേഡ് ഒന്നും വന്നു. അവിടെയും അഡ്മിൻ അടിച്ചു. ലോഗിൻ ചെയ്താൽ ചെക്കിങ് ഡാറ്റ ലോഗിൻ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ശുഭദിനം.